AIKKMS ഇടുക്കി ജില്ലാ കർഷക സമ്മേളനം തൊടുപുഴയിൽ നടന്നു. സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. MP രാജശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ദേശീയ സമിതി അംഗം AG അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. PC ജോളി, CR കുഞ്ഞപ്പൻ, MI ശശീന്ദ്രൻ, N വിനോദ് കുമാർ, സെബാസ്റ്റ്യൻ കൊച്ചടിവാരം, CBC മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിലെ പൗരന്മാർക്കോ അതിന്മേൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയാൻ ചോദിക്കും. പക്ഷെ പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് കർഷക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് അതിൻ്റെ AIKKMS രൂപീകൃതമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ രൂപീകൃതമായിട്ട് പശ്ചിമ ബംഗാളിലും ഒറീസയിലും ആസാമിലും ബീഹാറിലുമൊക്കെ ദശാബ്ദങ്ങളായി പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. അതാത് സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും പിന്നീട് ഒരു അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം സംജാതമായ സന്ദർഭത്തിൽ അത് ഒരു അഖിലേന്ത്യാ സംഘടനയ്ക്ക് തന്നെ രൂപം കൊടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ദില്ലി കർഷക പ്രക്ഷോഭം നിങ്ങൾക്കറിയാം. കേന്ദ്ര ഗവൺമെൻറ് കാർഷിക മേഖലയെ പിടിമുറുക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന 3 കരിനിയമങ്ങൾക്കെതിരെയുള്ള വിശാലമായ കർഷക സംഘടനകളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നടന്ന പ്രക്ഷോഭമായിരുന്നു. സംയുക്ത കിസാൻ മോർച്ച എന്ന് പറയുന്ന 400-ൽ പരം സംഘടനകൾ ചേർന്ന്, കർഷക സംഘടനകൾ ചേർന്ന് നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും ഒരു വർഷത്തിലേറെ നീണ്ടു നിന്ന പ്രക്ഷോഭം 750-ൽ പരം ആളുകൾ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ഒരു പ്രക്ഷോഭം. അത്തരത്തിൽ ഐതിഹാസികമായി നടത്തിയ ഒരു പ്രക്ഷോഭത്തിന് ഒടുവിലാണ് കേന്ദ്ര ഗവൺമെൻറ് ആ 3 കരിനിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറായത്. പക്ഷേ ആ പ്രക്ഷോഭത്തിന് ആധാരമായ മറ്റു ഡിമാൻഡുകൾ എല്ലാം പരിഹരിക്കുമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടും അത് ഇതുവരെ നടപ്പിലാക്കുവാൻ അല്ലെങ്കിൽ അത് മാനിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ആ പിൻവലിക്കപ്പെട്ട 3 കരിനിയമങ്ങളും പുതിയ ഒരു കുപ്പിയിൽ പഴയ വീഞ്ഞ് വിളമ്പുന്നത് പോലെ പുതിയ ഒരു കാർഷിക വിപണന നയ ചട്ടക്കൂട് ഫ്രെയിംവർക്ക്